ഇറാൻ തീരത്തേക്ക് പോയ കപ്പൽ ആക്രമിച്ച അമേരിക്കൻ സേന. ഇറാൻ പതാക വഹിക്കുന്ന കപ്പലായ MT ഹസ്നയ്ക്ക് നേരെയാണ് അമേരിക്കൻ സേനയുടെ ആക്രമണം നടന്നത്. ഓയിൽ ടാങ്കർ കപ്പലായ MT ഹസ്ന ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് US ഉപരോധം മറികടന്ന് ഇറാൻ തുറമുഖത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. അമേരിക്കൻ ഉപരോധം മറികടക്കരുതെന്ന് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പാലിക്കാതെ വന്നതോടെയാണ് ആക്രമിച്ചത് എന്നതാണ് സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. കപ്പലിന്റെ എഞ്ചിൻ ഭാഗം ലക്ഷ്യം വെച്ചാണ് അമേരിക്കൻ സൈന്യം വെടിയുതിർത്തത്. ഇതിനെക്കുറിച്ച് ഇതിനെ തുടർന്ന് MT ഹസ്ന കപ്പൽ പ്രവർത്തനരഹിതമായി. ആർക്കും പരിക്കുകൾ ഇല്ല എന്നതാണ് വിവരം. അതേസമയം ഇറാനുമായി സമാധാന കരാർ സാധ്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാനുമായി മികച്ച രീതിയിൽ ചർച്ച നടത്തിയെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ തീരത്തേക്ക് പോയ കപ്പൽ അമേരിക്കൻ സേന ആക്രമിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇറാൻ പതാക വഹിക്കുന്ന കപ്പലായ MT ഹസ്നയ്ക്ക് നേരെയാണ് അമേരിക്കൻ സേനയുടെ ആക്രമണം ഉണ്ടായത്. ഓയിൽ ടാങ്കർ കപ്പലായ MT ഹസ്ന ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് US ഉപരോധം മറികടന്ന് ഇറാൻ തുറമുഖത്തേക്ക് എത്താൻ ശ്രമിച്ചു എന്നതാണ് ആരോപണം. അമേരിക്കൻ ഉപരോധം മറികടക്കരുതെന്ന് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പാലിക്കാതെ വന്നതോടെ ആക്രമിച്ചു എന്നതാണ് സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണമുള്ളത്. കപ്പലിന്റെ എഞ്ചിൻ ഭാഗം ലക്ഷ്യം വെച്ചാണ് അമേരിക്കൻ സൈന്യം വെടിയുതിർത്തത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് MT ഹസ്ന കപ്പൽ പ്രവർത്തനരഹിതമാവുകയായിരുന്നു. എന്നാൽ ആർക്കും പരിക്കില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇറാനുമായി സമാധാന കരാർ സാധ്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാനുമായി മികച്ച രീതിയിൽ ചർച്ച നടത്തിയെന്നും ട്രംപ് പറഞ്ഞു.